ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകേണ്ടത്, അതായത് പൊന്നാനിയിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ പോവുകയാണ്. പിന്നെ പെരുന്നാളൊക്കെ അല്ല, അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ ഫാമിലി മൊത്തം അവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ടും വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പോയിട്ട് ഞങ്ങൾ നാളെ വരുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇച്ചുമോൻ്റെ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ട് അവനൊന്ന് കുളിപ്പിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇച്ചുവിന് കുളിക്കാൻ പോവാ, കുളിക്കാൻ പോവാ. ടാറ്റ കൊടുക്ക്, ടാറ്റ. കുളിക്കാൻ പോവാന്ന് പറയും. ആ കാക്ക, ആ ഫ്ലൈങ് കിസ് കൊടുക്ക. കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്. കുളിക്കാം, നമുക്ക് കുളിക്കാം. ടാറ്റ പറയും, ടാറ്റ. ആ കുളിച്ചിട്ട് വരാമോ? ആ ടാറ്റ. ഒക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇപ്പം ചായ കുടിക്കാൻ അല്ല താനേ നോക്കട്ടെ. ബാ നീച്ചുവാ, ഡ്രസ് മാറ്റി തരാം. അല്ല ചെനങ്ങടാ നീച്ചോ. അവളേൽ മിച്ചറ് കണ്ടിട്ട് ഓടെ അത് മേടിക്കാൻ. ഡാ 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 ഇത് ഇങ്ങോട്ട് വാ പൊന്നാ, വാ വാ ശുത്തുണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓ എൻ്റെ കുട്ടി നീച്ചോ, ഒരു ഹായ് പറഞ്ഞ. ഹായ് 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 കൊടുക്ക്. ഹായ് എങ്ങനെ? താത്ത. ആ ആ ടാറ്റ. ഹായ് അറിയില്ലല്ലേ? ടാറ്റ. ഒരു ഫ്ലൈങ് കിസ്. അവ്വ. ആ ആ ആ അവ്വ. അതുമില്ലേ? ആ ദീദിക്കാണവ്വ. ഇച്ചോ ഹായ്. ഇച്ചോന ഹായ്. ആ ടാറ്റ ടാറ്റ. ഹായ് ഇല്ലല്ലേ? അപ്പോൾ ശരി, ഞാൻ പോട്ടെ. ബൈ 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 ബൈ. എന്താന്ന് ഞാൻ പോണേട്ടാ. അപ്പം ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് അളിയനോട് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ശക്തനിലേക്ക് പോകാനാണ്. അപ്പോൾ അത് വണ്ടി വന്നിട്ട് വണ്ടി കയറാൻ നിൽക്കട്ടോ. ശക്തനിലേക്ക് അവിടെ എത്തിയപ്പോൾ പിന്നെ ഈ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇന്ന് ഹാഫ് ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ സിനിമക്ക് പോവുക അങ്ങനെ എന്തോ ആയിരുന്നു ഇന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ. അപ്പോൾ അത് കാരണം ഫുൾ ഡേ ഇല്ല, ഹാഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിൽക്കേണ്ട. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇവർക്ക് ഉത്താൻക്കും കുഞ്ഞാറ്റൊക്കെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനൊരു ചായയും കുടിച്ചു, കോഫി കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇവിടെ സ്റ്റാൻഡിൽ മുല്ലപ്പൂക്കാര കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി മുല്ലപ്പൂ വാങ്ങിക്കാൻ. അപ്പം ഞാനും കുഞ്ഞാറ്റയും കൂടെ മേടിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാൾക്കും കൂടെ വെക്കാൻ വിചാരിച്ചിട്ട്.
അപ്പോൾ അത് അപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളത് ബാഗിൽ വെച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബസ് വന്നപ്പോൾ പിന്നെ ബസ്സിൽ കയറി. അപ്പോഴത്തെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ചാവക്കാട് എത്തി. കുറേ കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചാവക്കാട് സ്റ്റാൻഡിലെത്തി. അപ്പോഴത്തെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുഞ്ഞാറ്റക്ക് എന്തോ സംഭവങ്ങൾ വളയും സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഫാൻസി കടയിലൊന്ന് കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്, വീഡിയോസൊക്കെ എടുത്തതാണ്. എനിക്ക് വെച്ചാൽ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റഡൊക്കെ. അപ്പോൾ കണ്ടതിൻ്റെ ഒരു കൊച്ചുമാടെ മോളാണ്. അപ്പോൾ അവൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തതാട്ടോ വീഡിയോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി വിളിച്ച് പോകാൻ നോക്കിയപ്പോൾ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് വെയിലും കൊണ്ട് നടക്കേണ്ട. അപ്പോൾ നടന്ന് വയ്യാണ്ടായി. ഏതെങ്കിലും വണ്ടി പോവുക എന്നിട്ട് കയ്യാട്ടാന്നൊക്കെ വിചാരിക്കുന്നു. വണ്ടിയൊന്നും കണ്ടില്ല. എന്ത് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെയിലും കൊണ്ട് പോണ ടൈമിൽ പിന്നെ മൂത്തുമാടെ മോളും ചെക്കനും കൂടെ, അതായത് അളിയന് വണ്ടി ഓടിക്കണം കേട്ടോ. അപ്പോൾ അവർ വണ്ടിയിൽ വരണുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ അവരായിട്ട് വണ്ടിയിൽ വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് മാമാടുക്കാണ് നേരെ പോയത്. അപ്പം ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പുണ്ട് എന്ന് പറയണത് ഇതിപ്പോഴത്തെ വീഡിയോ അല്ല, കുറച്ച് മുന്നത്തെ വീഡിയോ ഉണ്ട്, 2-3 ദിവസം മുന്നത്തെ വീഡിയോ ഉണ്ടാ. അപ്പോൾ അതാണ് ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ വെല്ലിപ്പാട് വീട്ടിൽ കണ്ടാ. അപ്പം ഇന്നത്തെ ദിവസം അവിടെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി നാളത്തെ ഒരു വിശേഷം കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.